So, good morning, students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഇൻട്രൊഡക്ഷൻ ടു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ദാറ്റ് ഇസ് IPR. സോ നമ്മുടെ തേർഡ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണിത്, ലാസ്റ്റ് പോർഷൻ. സോ ഈ പോർഷനോടുകൂടി നമ്മുടെ തേർഡ് ചാപ്റ്റർ എന്താണ് എൻഡ് ചെയ്യാണ്. ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി മീൻസ് എന്താണ്? ക്രിയേഷൻസ്, അതായത് ലൈക്ക് ഇൻവെൻഷൻസ്, ഡിസൈൻ, ലിറ്റററി, ആർട്ടിസ്റ്റിക് വർക്ക്, സിമ്പിൾസ്, നെയിംസ്. ഇത് നമ്മൾ കൊമേഴ്സിൽ യൂസ് ചെയ്യുന്നത്, ബിസിനസ് പർപ്പസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേർപ്പസിന് യൂസ് ചെയ്യുന്നത്. അതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. ഇനി ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ദാറ്റ് മീൻസ് ലീഗൽ റൈറ്റ്സ് ആണ്. അതായത് ഒരു ഇൻവെൻറ്റർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററിന് അയാളുടെ ഇൻവെൻഷന് കൊടുക്കുന്ന റൈറ്റ്, ഒരു പെർട്ടിക്കുലർ പീരീഡ്. Then, importance of IPR that was first recognized in 1883. That's in Paris Convention for the Protection of Industrial Property. Then in 1886, that's in Berne Convention, that is for the protection of literary and artistic works. The first one is industrial property, second one literary and artistic works, and this both treaties, that is administrated by the World Intellectual Property Organization, that is WIPO. And main objective, the intellectual property main objective എന്ന് വെച്ചാൽ they produce incentives to create and promote economic growth. അതായത് economic growth provide ചെയ്യാൻ വേണ്ടി. Then intellectual property is divided into two categories, that is industrial property and കോപ്പിറൈറ്റ്. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി മീൻസ് എന്താണ്, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു ആ ടോപ്പിക്കിൽ? ദാറ്റ് ഈസ് പേറ്റൻസ് ഫോർ ഇൻവെൻഷൻ, ട്രേഡ് മാർക്സ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് എക്സെട്ര. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയി പിന്നീട് പഠിക്കും. ആൻഡ് കോപ്പിറൈറ്റ് മീൻസ് എന്താണ്? കവേഴ്സ് ലിറ്റററി വർക്ക്സ്, ഫിലിംസ്, മ്യൂസിക് ആൻഡ് ആർക്കിടെക്ചറൽ ഡിസൈൻ എക്സെട്ര. സോ ഒരാൾ ചെയ്തത് എന്താണ്? കോപ്പി റൈറ്റ് മീൻസ് മറ്റൊരാൾക്ക് ചില റൈറ്റ് ഇല്ല. ദെൻ റൈറ്റ്സ് റിലേറ്റഡ് ടു കോപ്പി റൈറ്റ് ദറ്റ് ഇൻക്ലൂഡ്, അതായത് പെർഫോമിംഗ് ആർട്ടിസ്റ്റ് അല്ലെ, പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ഇൻ പെർഫോമൻസ്. ദെൻ റെക്കോർഡിങ്സിൽ, ദറ്റ് ഈസ് ഫോണോഗ്രാംസ്. ദെൻ ബ്രോഡ്കാസ്റ്റേഴ്സ് ഇൻ ദ റേഡിയോ ആൻഡ് TV പ്രോഗ്രാംസ്. ഇവർക്ക് ഇതൊക്കെ എന്താണ്? കോപ്പി റൈറ്റ്സ് റൈറ്റ് ആണ്. ബിക്കോസ് ഇവർ ചെയ്തത് ആരും എന്ത് ചെയ്യാൻ പാടില്ല, അതേപോലെ കോപ്പി ചെയ്തിട്ട് പെർഫോം ചെയ്യാൻ പാടില്ല. Then intellectual properties is divided into two, that is industrial property, copyright and related. And industrial property in the താഴെ വരുന്നതാണ് patents, trademarks, industrial designs, geographical indications etc. Definitions. First one, patent. Patent means it is an exclusive right granted to applicant for an invention. അതായത് ഒരു പെർട്ടിക്കുലർ റൈറ്റ്, അതായത് ഇപ്പോൾ ഒരു ഇൻവെൻറ്റ് ചെയ്ത ഒരാൾക്ക്, ഇപ്പോൾ അയാൾ ഒരു റേഡിയോ ഇൻവെൻറ്റ് ചെയ്തു, സോ ആ കംപ്ലീറ്റ് റൈറ്റും അയാൾക്കാണ് ആ ക്രിയേഷൻ്റെത്. സോ ദാറ്റ് ഈസ് പേറ്റൻറ്റ്. ട്രേഡ് മാർക്സ് എന്താണ്? സയൻസ്, സെർട്ടൺ ഗുഡ്സിലൊക്കെ എന്താണ്? സയൻസ് ഉണ്ടാവും. ടു ഐഡൻറ്റിഫൈ പെട്ടെന്ന് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് മാർക്സ് ഒക്കെ അല്ലേ. Then industrial design means എന്താണ്? ഷേപ്പ്, കോൺഫിഗറേഷൻ, കളർ, കണ്ടെയ്നിങ്, ആസ്തനിക് മീൻസ് ഇത് തന്നെ പെട്ടെന്ന് ഒരു പ്രോഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, അതായത് അല്ലെങ്കിൽ അപ്പിയറൻസിൽ ബ്യൂട്ടിഫുള്ളായി തോന്നാൻ വേണ്ടിയിട്ട്. ദെൻ ട്രേഡ് സീക്രട്ട് മീൻസ് എന്താണ്? ഇറ്റ് ഈസ് എ പ്രാക്ടീസ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് കമ്പനി ദാറ്റ് നോട്ട് ഡിസ്ക്ലോസ് ഔട്ട്സൈഡ് ഓഫ് ദ കമ്പനി. Then geographical indications, that means it is used on products. Geographical sign എന്ന് വെച്ചാൽ it will be on the products that have specific geographical, അതായത് എവിടെ നിന്നാണ് എന്നൊരു ഐഡിയ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ടീ എടുക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ ആ ടീൻ്റെ ഒറിജിൻ എവിടെയെങ്കിലും ഉണ്ടാവും, ആ ഒരു പാക്കറ്റിൽ എവിടെയെങ്കിലും ഉണ്ടാവും ചില ഒരു ജോഗ്രഫിക്കൽ സൈൻ, മീൻസ് ആ ഒരു ഏരിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ദെൻ കോപ്പിറൈറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ പേറ്റൻറ്റ്. ഫസ്റ്റ് വൺ എന്താണ്? പേറ്റൻ്റ് ആണ്. സോ പേറ്റൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ
ഒരു പെർട്ടിക്കുലർ അപ്ലിക്കൻറ്റിന് നൽകുന്ന ഒരു റൈറ്റാണ് ഫോർ ഹിസ് ഇൻവെൻഷൻ. ദെൻ മറ്റ് പേഴ്സൺസിന് എന്താണ്, ഇറ്റ് കനോട്ട് ബി കൊമേഴ്ഷ്യലി മെയ്ഡ്, അല്ലെങ്കിൽ യൂസ് ചെയ്യാനോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ സോൾഡ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല വിത്തൗട്ട് കൺസെൻറ്റ്. അതായത് ഓണറിൻ്റെ കൺസെൻറ്റ് ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആൻഡ് പേറ്റൻറ്റ് ജനറലി 20 years ആണ് നമ്മൾ കൊടുക്കുന്നത് ഫ്രം ദ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. പേറ്റനി മീൻസ് എന്താണ്, രജിസ്റ്റർ, ഒരു പെർട്ടിക്കുലർ രജിസ്റ്റർ ഉണ്ടാവും അല്ലേ, ഇൻവെൻഷൻസ് കൊടുത്ത പേറ്റൻസിൻ്റെയൊക്കെ രജിസ്റ്റർ ഉണ്ടാവും. സോ ആ രജിസ്റ്ററിൽ എന്താണ്, നമ്മളെ പേര് എൻറ്റർ ചെയ്തിട്ടുണ്ടാവും. സോ അവർ നമുക്ക് എന്താ പേറ്റനി എന്ന് വിളിക്കാം. ദെൻ പേറ്റന്റ് ഇസ് ഗ്രാൻറ്റഡ് അണ്ടർ പേറ്റൻസ് ആക്ട് 1970 ആൻഡ് ഇത് അമെൻഡ് ചെയ്തത് 2005 ആൻഡ് പേറ്റന്റ് മീൻസ് ഇറ്റ് ഈസ് വെരി നെസസറി ബിക്കോസ് എന്താണ്, ഇത് പ്രൊഡ്യൂസസ് ഇൻസെൻറ്റീവ്സ് ടു ഇൻഡിവിജ്വൽസ് by recognizing their creativity and offering the possibility of material reward for marketable inventions which enhances the quality of human life. അതായത് പ്രോത്സാഹനം, അതായത് ഏതൊരു സാധനം കണ്ടുപിടിച്ചാലും അതിനെന്താണ് പേറ്റന്റ് മീൻസ് അത് അത്രയും യൂസ്ഫുൾ ആയിരിക്കണം. അതായത് ഹ്യൂമൻ ലൈഫിന് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു ആണ് നമ്മൾ ഇൻവെൻറ്റ് ചെയ്യുന്നത്. സോ അവർക്കൊരു എന്താണ് പ്രോത്സാഹനം, അതേപോലെ പുതിയ ക്രിയേറ്റിവിറ്റീനെ നമുക്ക് കാണാനും പറ്റും. Then owner of the patent has right to decide who may or may not use the patent fiction during the term of protection. ഇത് ഓണറിന് ഡിസൈഡ് ചെയ്യാൻ പറ്റും അത് യൂസ് ചെയ്യണോ ചെയ്യേണ്ടയോ എന്നൊക്കെ. അതായത് ചില പേറ്റന്റ് ഓണേഴ്സ് എന്താണ്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവും. സോ അതിലൂടെ എന്താ, മറ്റ് പാർട്ടീസിന് ഈ ഇൻവെൻഷൻസ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ ഓണറിന് എന്ത് ചെയ്യുക, സെല്ല് ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. അവരുടെ പേറ്റൻറ്റ് മറ്റൊരാൾക്ക് സെല് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഹു ബിക്കംസ് ന്യൂ പേറ്റൻറ്റ് വൺസ് ദ പേറ്റൻറ്റ് എക്സ്പയർസ് പ്രൊട്ടക്ഷൻ എൻഡ്സ്. സോ ഇൻവെൻഷൻ എൻറ്റേഴ്സ് ദ പബ്ലിക് ഡൊമൈൻ. സോ നമ്മൾ റിന്യൂ ചെയ്യണം. ആൻഡ് ദ ഫോളോയിങ് വുഡ് നോട്ട് ക്വാളിഫൈ ആസ് പേറ്റൻസ്. സോ ഇതൊക്കെ എന്താണ്, പേറ്റൻസായി ക്വാളിഫൈ ചെയ്യാതാണ് പോകാം. ഇൻവെൻഷൻ വിച്ച് ഇസ് ഫ്രിക്കുലസ്, വിച്ച് ക്ലൈംസ് എനിത്തിങ് ഒബ്വിയസ് ആൻഡ് കോൺട്രറി ടു വെൽ എസ്റ്റാബ്ലിഷ്ഡ് നാച്ചുറൽ ലോ. ദാറ്റ് മീൻസ് ഒരു പെർട്ടിക്കുലർ ലോ ഉണ്ട്, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ലോ. സോ അതിൻ്റെ എന്താണ് കീഴിൽ ഒരുപാട് ലോസ് ഉണ്ട്. മീൻസ് നമ്മൾ ഇങ്ങനത്തെ ആണ് ഇൻവെൻറ്റ് ചെയ്യേണ്ടത്, അതിന് ഇത്ര റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിനെതിരെ നമ്മളതിന് എന്താണ് എതിരെ ചെയ്താൽ പേറ്റൻസ് നമുക്ക് തരില്ല. അതേപോലെ ഇൻവെൻഷൻ പ്രൈമറി അല്ലെങ്കിൽ ഇൻറ്റൻറ്റഡ് യൂസ് വിച്ച് വിൽ ബി കോൺട്രറി ടു ലോ, മൊറാലിറ്റി, ഇൻജൂറിയസ് ടു പബ്ലിക് ഹെൽത്ത്, അതായത് നിയമത്തിനെതിരെയും അതുപോലെ പബ്ലിക് ഹെൽത്തിന് ഇത് ഇൻജൂറിയസ് ആയിട്ടുള്ള ഇൻവെൻഷൻ ആണെങ്കിൽ വി വിൽ നോട്ട് ഗെറ്റ് പേറ്റൻറ്റ്. അതേപോലെ ഡിസ്കവറി മെത്തേഡ് അല്ലെങ്കിൽ സയൻറ്റിഫിക് തിയറി, മാത്തമെറ്റിക്കൽ മെത്തേഡ്, ഇതിനൊന്നും എന്താണ് നോ പേറ്റൻറ്റ്. അതേപോലെ എമിയർ ഡിസ്കവറി ഓഫ് എനി ന്യൂ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ന്യൂ നോൺ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ നോൺ പ്രോസസ് ലൈക്ക് മെഷീൻ, അപ്പാരറ്റസ്, നോൺ റിസൾട്ട്സ് ഇൻ ന്യൂ പ്രൊഡക്റ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാഷിംഗ് മെഷീൻ. സോ ഓൾറെഡി അത് ഡിസ്കവേർഡാണ്. സോ അതിൽ ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ട് എനിക്കിതിൻ്റെ പേറ്റൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കണ്ടുപിടിച്ചതിനെ കൊണ്ട് പുതിയ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പേറ്റൻറ്റ് കിട്ടും. The substance obtained by mere admixture of resulting in aggregation of properties of components. There are process of producing such substance. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 2 സബ്സ്റ്റൻസും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇറ്റ്സ് ഓൾറെഡി കണ്ടുപിടിച്ച സബ്സ്റ്റൻസ് ആണത്. സോ അത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് സംതിങ് ഞാൻ ഉണ്ടാക്കി, അതിനൊന്നും എന്താണ് പേറ്റൻറ്റ് ഇല്ല. ആൻഡ് മിയർ അറേഞ്ച്മെൻറ്റ്, റീഅറേഞ്ച്മെൻറ്റ്, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് നോൺ ഡിവൈസസ്, ഈച്ച് ഫങ്ഷനിങ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് വൺ അനദർ ഇറ്റ്സ് ഓൺ വേ. അതായത് ഓൾറെഡി എന്താണ് നോൺ ഡിവൈസ് അത് ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് വരുത്തിയാൽ എന്താണ് പേറ്റൻറ്റ് കിട്ടില്ല. അതേപോലെ അഗ്രികൾച്ചർ മെത്തേഡ്, ഹോർട്ടിക്കൾച്ചർ മെത്തേഡ്, നോ പേറ്റൻറ്റ് വിൽ ബി പ്രൊവൈഡഡ്. Then any process for medicinal, surgical, curative, prophylactic, diagnostic, therapeutic, other treatment of human beings. Any process for similar treatment of animals to render them free of disease. അതായത് എന്താണ് മെഡിക്കലി അല്ലെങ്കിൽ സർജിക്കലി ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടാവില്ല ഹ്യൂമൻ ബീങ്സിൻ്റെയൊക്കെ. സോ ഓൾറെഡി എന്താണ്
ഉള്ള ട്രീറ്റ്മെൻറ്റാണ്. സോ അതിലെന്തെങ്കിലും ചേഞ്ച് വരുത്തിയത് കൊണ്ട് യാതൊരുവിധ പേറ്റൻസിയും കിട്ടില്ല. അതുപോലെ അറ്റോമിക് എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെൻഷൻസ്, ദെൻ ട്രഡീഷണൽ നോളേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെൻഷൻസ്, ഇതിനൊക്കെ എന്താണ് പേറ്റൻസ് കൊടുക്കില്ല. ദെൻ പ്രൊസീജിയർ ടു ഗെറ്റ് പേറ്റൻറ്റ്, അതായത് നമ്മുടെ ഇന്ത്യയിൽ 4 പേറ്റൻറ്റ് ഓഫീസേഴ്സാണ്. അതിൽ ഹെഡ് പേറ്റൻറ്റ് ഓഫീസ് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. മറ്റുള്ളത് ചെന്നൈ, ഡൽഹി ആൻഡ് മുംബൈ. These are the procedure to get patent. First one, filling of application, publication of application, examination, grant of patent, decision of controller. That is within 12 months. Opposition will be there within 12 months. Filling. Filling എന്താണ്? സോ ഒരു പേറ്റൻറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഒരു ഫോം ഫില്ല് ചെയ്യണം. അത് ഇൻവെൻറ്റർക്ക് ഫില്ല് ചെയ്യാം, ക്രിയേറ്റർക്ക് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ അവരെ റെപ്രസെൻറ്റേറ്റീവിനായി ഫില്ല് ചെയ്യാം. ഒന്ന് കൂടുതൽ എന്താണ് ഇൻവെൻഷൻസ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. പിന്നെ എല്ലാ ആപ്ലിക്കേഷനും എന്താണ്? ഷുഡ് ബി അക്കംപനീഡ് ബൈ പ്രൊവിഷണൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ. പ്രൊവിഷണൽ മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ടൈറ്റിൽ, റിട്ടൺ ഡിസ്ക്രിപ്ഷൻ, ഡ്രോയിങ്സ്. ആവശ്യമാണെങ്കിൽ സാമ്പിൾ മോഡൽ ഇൻവെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. Complete specification means there should be title, abstract, written description, drawing, sample model, and if examiner ആവശ്യപ്പെട്ടാൽ എന്താണ് enablement അല്ലെങ്കിൽ best mode of carrying of invention, claims and deposits. Every details നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്തിരിക്കണം. Then documents to be filled at the time of filling. ആദ്യം ഫോം 1 ആണ്, that is application for grant of patent. Next one, provisional and complete specification. Next one, statement and undertaking by applicant. Fifth form, that is declaration as to inventorship. And form 26, authorization of patent agents അല്ലെങ്കിൽ any other person. So ഇത്രയും documents എന്ത് ചെയ്യണം? നമ്മൾ fill ചെയ്തിരിക്കണം within the time. Then publication. Publication means patent application will be published on the expiry of 18 months after the priority date. 18 months expiry ആണ്. And the priority date means എന്താണ്? Date of first filling, that is allotted by patent office to an application. അതായത് നമ്മൾ ആപ്ലിക്കൻ്റ് റിക്വസ്റ്റ് സമർപ്പിച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം? പബ്ലിഷ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. Then examination means date of priority means fill ചെയ്തതിൻ്റെ within 36 months ആണ് the process of examination start ചെയ്യുന്നത്. If secrecy directions has been given for application, the request can be made 6 months after the directions are revolved or 36 months from the date of priority. That means secrecy direction means എന്തെങ്കിലും എന്താണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് പെട്ടെന്ന് ചെയ്തു തരണം അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ 6 months നമുക്ക് റിക്വസ്റ്റ് എന്ത് ചെയ്യാം? പ്രോസസ്സ് ചെയ്യും. ദറ്റ് ഈസ് ആഫ്റ്റർ ദ ഡയറക്ഷൻസ് ആർ റിവോൾവ്, എല്ലാ ഡയറക്ഷൻസും പിൻവലിച്ചതിന് ശേഷം. അല്ലെങ്കിൽ എന്താണ് ആസ് യൂഷ്വൽ എപ്പോൾ ഉള്ള പോലെ 36 months ഫില്ല് ചെയ്തതിൻ്റെ 36 months കഴിഞ്ഞിട്ട്. ദെൻ ഓൺ റിസീവിങ് റിക്വസ്റ്റ് കൺട്രോളർ എന്ത് ചെയ്യുന്നു? ഷാൾ ഡയറക്റ്റ് ടു എക്സാമിനർ and he will verify and correct all documents filled with the application. After verification, examiner എന്ത് ചെയ്യുന്നു? within 1 month റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ഇഫ് റിപ്പോർട്ടിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കൺട്രോളറിന് എന്ത് ചെയ്യാം? നോട്ടീസ് അയക്കാം ആപ്ലിക്കൻറ്റിന് ആൻഡ് ഗിവ് ഹിം ഓപ്പർച്യൂണിറ്റി ടു കറക്റ്റ്. ആൻഡ് കൺട്രോളർ ഹാസ് പവർ ടു റിജക്ട് ദ ആപ്ലിക്കേഷൻ ഇഫ് ദ ആപ്ലിക്കൻറ്റ് ഡസ് നോട്ട് കമ്പൽ വിത്ത് ഹിസ് റിക്വയർമെൻറ്റ്സ്. Then opposition means എന്തെങ്കിലും എതിർപ്പ് റിസീവ് ചെയ്താൽ കൺട്രോളർ എന്ത് ചെയ്യാം? മീൻസ് ഹി ക്യാൻ സ്റ്റോപ്പ് ദാറ്റ് പേറ്റൻറ്റ്. സോ ഒപ്പോസിഷൻ ബോർഡാണ് ഇതിനെയൊക്കെ ഡീൽ ചെയ്യുന്നത്. സോ ഒപ്പോസിഷൻ ബോർഡ്സാണ് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ആഫ്റ്റർ ഒരു റീസണബിൾ ഡിസ്കഷന് ശേഷമാണ് ഈ ബോത്ത് പാർട്ടീസ്, അതായത് ആപ്ലിക്കൻറ്റിൻ്റെ സൈഡും കേൾക്കും, അതേപോലെ ഒപ്പോസിഷൻ പാർട്ടീൻ്റെ സൈഡും കേൾക്കും. എന്നിട്ട് ദേ വിൽ ഡിസൈഡ്. ദെൻ ഗ്രാൻറ്റ് മീൻസ് application satisfies all the requirements of Patent Act. Then application is ready for grant.
അപ്പോൾ എന്ത് ചെയ്യും, ഒഫീഷ്യൽ ഗസറ്റിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഷാൾ ഓപ്പൺ ഫോർ പബ്ലിക് ഇൻസ്പെക്ഷൻ. ആൻഡ് ദിസ് ഈസ് പേറ്റൻറ്റ്. പേറ്റൻറ്റ് പ്രൊസീജിയേഴ്സ് ഇതൊക്കെയാണ്. ആദ്യം നമ്മൾ ഫിൽ ചെയ്യുന്നു, ദെൻ പബ്ലിക്കേഷൻ, ദെൻ എക്സാമിനേഷൻ, ദെൻ ഓപ്പോസിഷൻ ഉണ്ടെങ്കിൽ, ദെൻ ഫൈനലി ഗ്രാൻറ്റ്. ദെൻ ഫൈനലി എന്താണ്, പബ്ലിക് ഇൻസ്പെക്ഷന് ഓപ്പൺ ആയിരിക്കും. ദെൻ ട്രേഡ് മാർക്ക്. ട്രേഡ് മാർക്സ് എന്തിനാണ്, പെട്ടെന്ന് സർട്ടൺ ഗുഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് മാർക്സ്. ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇത് ഈ കമ്പനിയുടെയാണ് വിത്തിൻ ട്രേഡ് മാർക്സ് എന്ന് മനസ്സിലാക്കാം. ആൻഡ് നമ്മൾ ട്രേഡ് മാർക്സ് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ വേർഡ്സ് ആയിരിക്കാം, ചിലപ്പോൾ ലെറ്റേഴ്സ്, സിമ്പിൾസ്, ലോഗോസ്, ഷേപ്സ്, അല്ലെങ്കിൽ ഓഡിബിൾ സൈൻ, പിക്ചേഴ്സ്, സ്ലോഗൻ ഓർ ദ കോമ്പോസിഷൻ ഓഫ് ദീസ്. ആൻഡ് ട്രേഡ് മാർക്സ് മീൻസ് എന്താണ്, ഒരു മാർക്കറ്റിംഗ് ടൂളാണ്, പെട്ടെന്ന് പ്രോഡക്റ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ട്രേഡറിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് അതൊരു പ്രൊട്ടക്ഷനാണ്, അതായത് അവർക്ക് മാത്രം സ്വന്തമായിട്ടുള്ള കാര്യം അല്ലേ, മറ്റാരും ഇതെന്താ കോപ്പി ചെയ്താൽ പണിഷബിളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് LG, KFC ഇതൊക്കെ എക്സാമ്പിൾസ് ഓഫ് ട്രേഡ് മാർക്കാണ്. സോ ഫസ്റ്റ് ട്രേഡ് മാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ലോ എന്ന് വെച്ചാൽ ട്രേഡ് മാർക്സ് ആക്ട് 1940 ആണ്. പിന്നീട് അതെന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തിട്ട് ട്രേഡ് ആൻഡ് മെർച്ചൻറ്റ്സ് മാർക്സ് ആക്ട് 1958. Then again amendments in Trade and Merchandise Act, that's in 1958 after trade related aspects of intellectual property rights. പിന്നീട് 1999 ട്രേഡ് മാർക്സ് ആക്ട് വീണ്ടും അമെൻഡ് ചെയ്തു. ദെൻ ഓഫീസ് എവിടെയാണ്, മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ചെന്നൈ ആൻഡ് അഹമ്മദാബാദ്. So trademark law prevents competitors from infringing. Then the term of federal trademark registration lasts for 10 years. After 10 years നമ്മൾ എന്ത് ചെയ്യുക, റിന്യൂവൽ ചെയ്യണം. Then trademark application submit ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രേഡ് മാർക്സ് രജിസ്റ്ററിലാണ്. Then steps for registration of, first one we have to submit the application for the registration including name, device, logo and mark intended to be applied. Next, examination of application by registrar. Then advertisement of trademark in official gazette. Within 3 months it is open for public. If no opposition received, certificate കൊടുക്കും. Then industrial designs. An industrial design സെയിം ട്രേഡ് മാർക്കിനെ പോലെ തന്നെ, അതായത് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കുന്നതിനുള്ള ഡിസൈൻസ് യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റിന്, അതായത് ഷേപ്പ് അല്ലെങ്കിൽ കോൺഫിഗറേഷൻ, കോമ്പോസിഷൻ ഓഫ് പാറ്റേൺ ഓർ കളർ കണ്ടെയ്നിങ് ഒരു പ്രോപ്പർ ആസ്തറ്റിക് വാല്യൂ. ഇൻഡസ്ട്രിയൽ ഡിസൈൻസിന് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്റ്റിനെ മോർ ബ്യൂട്ടിഫുൾ അതുപോലെ അപ്പീലിംഗ് ആക്കുക എന്നുള്ളതാണ്. In order to protect the visual design of the products. So protection normally 10 years ആണ്. And finally നമ്മൾ റിന്യൂ ചെയ്യും. After 10 years we have to, ചില കേസസിൽ 15 yearsഉം പ്രൊട്ടക്ഷൻ കൊടുക്കാറുണ്ട്. And registration and protection of industrial designs in India comes under Designs Act 2000. Then amend ചെയ്തിട്ട് Designs Rules 2001 that came on 11th May 2001. Then Designs Rules 2001 വീണ്ടും എന്ത് ചെയ്തു, amend ചെയ്തു. That is in 2008 and 2014. That is Design Rule 2008, Designs Rule 2014. Last amendments 13 December 2014. So ആദ്യം ഏത് റൂളായിരുന്നു, Designs Act 2000. And 2001 പുതിയൊരു റൂൾ വന്നു, ഡിസൈൻസ് ആക്ട്. ദാറ്റ്സ് ഓൺ 11th May 2001. ആൻഡ് ഈ റൂൾ എന്ത് ചെയ്യുന്നു, വീണ്ടും അമെൻഡ് ചെയ്തു. ദാറ്റ്സ് ഇൻ 2008 അതുപോലെ 2014. പിന്നെ ഫൈനലി വന്നത് എപ്പോഴാണ്, 13th December 2014. An applicant form filled to register an industrial design ചെയ്യേണ്ടത് എന്താണ്, അത് നമ്മൾ കംപ്ലീറ്റ് ആൻഡ് ക്ലിയർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഡിസൈൻ. Then application is submitted to
relevant authority. Then the protection is guaranteed, സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഇഷ്യൂ ചെയ്യും. സോ ഇതുപോലെ നമ്മൾ ഒഫീഷ്യൽ ഗസറ്റിൽ വെക്കും, അതായത് എന്തെങ്കിലും ഓപ്പോസിഷൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. അതിനുശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആപ്ലിക്കേഷന് ഗ്രാൻറ്റ് ചെയ്യുള്ളൂ. Then in most countries, industrial design needs to register in order to protect it. Under industrial design law, there is registered design. നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. ആൻഡ് ചില കൺട്രീസിൽ എന്താണ്, ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് അണ്ടർ പേറ്റൻറ്റ് ലോ, ദറ്റ് ഇസ് ഡിസൈൻ പേറ്റൻറ്റ്സ്. ഡിസൈൻ പേറ്റൻറ്റ് പ്രൊട്ടക്ട് ഓർണമെൻ്റൽ അപ്പിയറൻസ് ഓഫ് ഒബ്ജക്റ്റ് സച്ച് ആസ് ഡ്രോയിങ് അറ്റാച്ച്ഡ് ടു പേറ്റൻറ്റ് ആപ്ലിക്കേഷൻ. Then geographical indications. Geographical indication means GI. It is used on a products that have specific geographical origin. For example, നിങ്ങൾക്ക് ടീൻ്റെ ഇത് കാണാം, ഡാർജിലിംഗ് ടീ ജോഗ്രഫിക്കൽ ഒറിജിൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇറ്റ്സ് ടു ഐഡൻറ്റിഫൈ, അതായത് ഈ പ്ലേസിൽ നിന്നുമാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതേപോലെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടറിക്സ് ഓഫ് പ്രൊഡക്ട്സ് ഡ്യൂ ടു ദ പ്ലേസ് ഓഫ് ഒറിജിൻ. അത് മെയിൻലി അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, അതുപോലെ ഫുഡ് സ്റ്റഫ്, വൈൻ, സ്പിരിറ്റ് ഡ്രിങ്ക്സ്, ഹാൻഡിക്രാഫ്റ്റ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിൻ്റെ മേലേക്കും ജോഗ്രഫിക് ഇൻഡിക്കേഷൻസ് ഉണ്ടാകുന്നത്. സോ ഈ ജോഗ്രഫിക് ഇൻഡിക്കേഷൻ കൊടുക്കുന്നത് എന്താണ്, തേർഡ് പാർട്ടി എന്താണ് ഈ യൂസ് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ ഈ പ്ലേസിൽ നിന്ന് തന്നെ പല പ്രൊഡക്ട്സും ഉണ്ടാവും, പക്ഷെ ഒരു ജോഗ്രഫിക്കൽ സൈൻ ഒരാൾക്ക് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. സോ അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിളാണ് ഡാർജിലിംഗ് ടീ, അല്ലെങ്കിൽ കാഞ്ചീവരം സാരീസ്, നീലഗിരി ടീ. ഇതൊക്കെ എന്താണ് ജോഗ്രഫിക് ഇൻഡിക്കേഷൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ ഓഫീസ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ജോഗ്രഫിക് ഇൻഡിക്കേഷൻ is located in Chennai. Registration is valid for 10 years, then we have to renew it. Then copyright. Copyright means എന്താണ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണല്ലേ, അതായത് ഒരു പേഴ്സൺസിൻ്റെ എക്സ്ക്ലൂസീവ് റൈറ്റ് പബ്ലിഷ് ചെയ്യാനും സെല് ചെയ്യാനും അല്ലേ. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ലിറ്ററസി വർക്ക്സ് സച്ച് ആസ് നോവൽസ്, പോയംസ്, പ്ലേസ്, reference works, newspapers and computer programs, films, musical compositions, choreography. So ഇതൊക്കെ എന്താണ് കോപ്പിറൈറ്റ്, ബിക്കോസ് മറ്റൊരാളും ഇത് കോപ്പി ചെയ്യാൻ പാടില്ല. സ്ക്രിപ്ചേഴ്സ്, ഫോട്ടോഗ്രാഫ്, അഡ്വർടൈസ്മെൻറ്റ് എക്സെട്ര. ആൻഡ് ഇതിന് സർട്ടൺ റൂൾസ് ഉണ്ട്. കോപ്പിറൈറ്റ് ആക്ട്, ദാറ്റ് ഇസ് 1957, അതാണ് ആദ്യം വന്ന ആക്ട്. പിന്നീട് അത് അമെൻഡ് ചെയ്തിട്ട് 1999 വന്നു, 2002 and 2012. Then Berlin Convention for Protection of Literacy and Artistic Works, that's in 1886. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഡിസ്കസ് ചെയ്താണത്. പിന്നെ യൂണിവേഴ്സൽ കോപ്പിറൈറ്റ് കൺവെൻഷൻ, ടു വിച്ച് ഇന്ത്യ ഇസ് എ പാർട്ടി. അതുപോലെ തന്നെ ജനീവ കൺവെൻഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഫോണോഗ്രാംസ്, ഇതും ഇന്ത്യയുടെ ഒരു പാർട്ടിയാണ്. ആൻഡ് ദീസ് ആർ ദ ആക്റ്റീവ് മെമ്പർ ഓഫ് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ, ദാറ്റ് ഇസ് WIPO. ആൻഡ് യുനെസ്കോയിലും വിപ്പോയിലും വളരെ ആക്ടിവേറ്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് ആണ് ജനീവ കൺവെൻഷൻ. ദെൻ കോപ്പിറൈറ്റ് ഓണർ can transfer their work with one or more people through licensing, assigning and other forms of transfers. And duration of copyright is lifetime of author അല്ലെങ്കിൽ artist, 60 years counted from the year following death of the author. അതായത് ലൈഫ് ടൈം ഡ്യൂറേഷൻ ആണ് കോപ്പിറൈറ്റ്. അതുപോലെ ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും അക്കോർഡിംഗ് ടു ഹിസ് കൺസെൻറ്റ്. Then trade secret. Trade secret means എന്താണ്, ഡിസ്ക്ലോസ് ചെയ്യാത്ത, ഔട്ട്സൈഡ് ദ കമ്പനി എന്താണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാത്തതാണ് ട്രേഡ് സീക്രട്ട്. It includes formula, design, sales method, distribution methods, consumer profiles, advertising strategies,
ലിസ്റ്റ് ഓഫ് സപ്ലയേഴ്സ്, ക്ലയൻറ്റ്സ്, മാനുഫാക്ചറിങ് പ്രോസസ്സ് എക്സെട്ര. ഇതൊക്കെ എന്താണ്, ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്ത ഡീറ്റെയിൽസ് ആണ്. ഇറ്റ് ക്യാൻ ബി പ്രൊട്ടക്റ്റഡ് ഫോർ അൺലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം. എക്സാമ്പിൾസ് എന്താണ്, കൊക്കോകോള, മാനുഫാക്ചറിങ് പ്രൊസീജിയർ ഫോർ കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽസ് ഇൻ ടു യൂസബിൾ മെറ്റീരിയൽസ്. സോ ഇതൊക്കെ എന്താണ്, ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിലാണ് നമ്മൾ ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു.